ക്ഷേമനിധി പെൻഷന് വേണ്ടി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 15 വർഷം. ചികിത്സയ്ക്കും പണമില്ല. വരതിരപ്പള്ളി മുപ്ലിയത്ത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വയോധികയ്ക്ക് നേരെ മനുഷ്യാവകാശ ലംഘനം. മുപ്ലിയം ആറോടി വീട്ടിൽ 75 വയസ്സുള്ള കല്യാണിയാണ് സർക്കാരിന്റെ അവഗണനയേറ്റ് ദുരിതമനുഭവിക്കുന്നത്. കർഷക തൊഴിലാളിയായ കല്യാണി ക്ഷേമനിധിയിൽ മുടക്കമില്ലാതെ പണമടച്ചിരുന്നു. 60 വയസ്സ് കഴിഞ്ഞാൽ ലഭിക്കേണ്ട പെൻഷന് വേണ്ടിയുള്ള കാത്തിരിപ്പ് 15 വർഷമായി ഇപ്പോഴും തുടരുകയാണ്. കാഴ്ചശക്തി കുറഞ്ഞ കല്യാണിക്ക് തിമിര ശസ്ത്രക്രിയ നടത്താനും പണമില്ലാത്ത അവസ്ഥയാണ്. അതുപോലുള്ള ആൾക്കാർക്കൊക്കെ കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല. ഞാൻ ഒരു കാശ് ഞാൻ ഒഴിവായിട്ടില്ല, ഒക്കെ അടച്ചു തീർന്നത് ഞാനാണിത്. ഒരു പൈസ ഞാൻ നിർത്തിയിട്ടില്ല, അല്ലാതെ ഞാൻ അടച്ചു പോകണ്ട. അവർക്കൊക്കെ കാശ് കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല. അവരന്വേഷിക്കുന്നില്ല, പഞ്ചായത്തുകാരും അന്വേഷിക്കുന്നില്ല, ഇതില് പെട്ട മെമ്പർമാരും അന്വേഷിക്കുന്നില്ല. അവരോട് എത്ര വാക്ക് പറഞ്ഞ എത്ര സ്ഥലത്ത് ഞാൻ കയറി ഇറങ്ങാനാണ് എനിക്ക് കണ്ണില്ല. പിന്നെ ഞാൻ എവിടേക്ക് പോവാ? ക്ഷേമനിധി ഉണ്ടെന്ന കാരണത്താൽ സർക്കാരിന്റെ മറ്റു പെൻഷനുകളും ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നില്ല. 35 വർഷം മുൻപ് ഭർത്താവ് മരിച്ച കല്യാണി മകന്റെ കൂടെയാണ് താമസം. 2015 ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ലഭിച്ച തുകയും ബാങ്കിൽ നിന്ന് ലോണും എടുത്താണ് കയറി കിടക്കാൻ ഒരു കൊച്ചു വീട് പണിതത്. എന്നാൽ ആ വീടും ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ്. ഇവരുടെ ദുരവസ്ഥ അറിഞ്ഞെത്തിയ പൊതുപ്രവർത്തകനായ KG രവീന്ദ്രനാഥ് ക്ഷേമനിധി ഓഫീസിൽ പരാതി നൽകിയെങ്കിലും കല്യാണിയുടെ പെൻഷനുമായി ബന്ധപ്പെട്ട യാതൊരു രേഖയും ഇല്ലെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ മറുപടി. കല്യാണി എന്നാണ് അമ്മയുടെ പേര്. 75 വയസ്സ് പ്രായമുണ്ട്. ഇവര് ഒരു കർഷക തൊഴിലാളിയായിരുന്നു. കർഷക തൊഴിലാളി ക്ഷേമനിധിയിലെ അംശാദായം കൃത്യമായിട്ട് അടച്ചു പോരുന്ന ഒരു അമ്മയാണ്. അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞിട്ട് അടച്ച് ഇവരെ ക്ഷേമനിധിയിൽ അംഗമാക്കിയ പാർട്ടിയുടെ ആളാണ് പൈസ കൊണ്ട് അടച്ചത്. നിർഭാഗ്യവശാൽ അദ്ദേഹം ഡെത്ത് ആവുകയും ചെയ്തു. പിന്നീട് ഇവർക്ക് പൈസ അടച്ച പൈസ തിരിച്ച് കിട്ടിയില്ല. ഇത്രയും വർഷമായിട്ട് 15 വർഷം, ഇപ്പൊ അവർക്ക് 75 വയസ്സ് പ്രായമുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ അടുത്ത് ഈ അമ്മ പറയുന്നത്. അപ്പൊ ഞാൻ ക്ഷേമനിധി ഓഫീസിൽ ചെന്ന് അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞു, ഇത്ര വർഷമായതല്ലേ, അതുകൊണ്ട് പൈസ അടച്ചതിന്റെ വല്ല റെസിറ്റും കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് തപ്പി പിടിച്ചെടുക്കാന്ന് പറഞ്ഞു. ഇത്രയും വർഷമായത് കാരണം കമ്പ്യൂട്ടറിൽ കയറ്റിയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇവരെ വീട്ടിൽ വന്ന് ഇവരുടെ പെട്ടിയും മറ്റു സാധനങ്ങളൊക്കെ ഞാൻ പരിശോധിച്ചപ്പോ ഒരു കടലാസ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് നോക്കിയപ്പോ പൈസ അടച്ചതിന്റെ ഒരു കടകുറ്റിയായിരുന്നു. അതുകൊണ്ട് ഞാൻ അയ്യന്തോട് ക്ഷേമനിധി ഓഫീസിൽ പോയിട്ട് അവിടുത്തെ ഓഫീസറെ കണ്ട് സംസാരിച്ച് കൊടുത്തപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് താങ്കൾ വരൂ, എന്നിട്ട് നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞു. അപ്പോ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ അവർ കമ്പ്യൂട്ടറിൽ കയറ്റി അതിന്റെ ഫയൽ നമ്പറും തന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇനി എന്നാ ഈ അമ്മയ്ക്ക് പൈസ കിട്ടുക എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അത് ഇനി ക്രമപ്രകാരം കിട്ടുള്ളൂ, കെടുപ്പ് രോഗികൾക്ക് വെച്ചാൽ ഇത്തിരി ഫാസ്റ്റ് ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞു. പക്ഷെ ഗവൺമെന്റ് പൈസ അനുവദിച്ചാലേ കിട്ടുള്ളൂ എന്നും പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആലോചിച്ചപ്പോ ഇതൊരു മനുഷ്യാവകാശ ലംഘനാണെന്ന് എനിക്ക് മനസ്സിലായി. അതുമായി ബന്ധപ്പെട്ട് ഞാൻ തന്നെ മനുഷ്യാവകാശ കമ്മീഷന്റെ സിറ്റിങ്ങിൽ പോയി ഇവർക്ക് വേണ്ടിയിട്ട് പരാതി കൊടുത്ത് ഞാൻ തന്നെ ഹിയറിംഗിൽ ഞാൻ ഇവർക്ക് വേണ്ടി വാദിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷന് ബോധ്യപ്പെട്ടു. ഇവര് ഇത് കടുത്ത നീതി നിഷേധമാണെന്ന് മനസ്സിലാക്കിയ കമ്മീഷൻ എത്രയും പെട്ടെന്ന് തന്നെ ഇവർക്ക് പൈസ കൊടുക്കാനായിട്ട് ബോർഡിനോട് ആവശ്യപ്പെടുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് 7000 രൂപയോളം ബാങ്കിൽ ഇവർ വന്നിട്ടുണ്ട്. പക്ഷെ പിന്നെയും ഇവരെ പൈസ അവിടെ ബ്ലോക്കായി നിൽക്കുക. അപ്പൊ ഇവർക്ക് പെൻഷനും ഇല്ല, ഒരു പെൻഷനും ഇവർക്ക് കിട്ടുന്നില്ല. അപ്പൊ അത് ബ്ലോക്കായി കിടക്കുക. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കണ്ണ് വെച്ചിട്ടുണ്ടെങ്കിൽ തിമിരം വന്ന് മൂടി 2 കണ്ണും കാണാൻ പറ്റില്ല. അമ്മയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കാൻ പറ്റില്ല. ആകെ വയ്യാത്തൊരവസ്ഥയാണ്. വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ജപ്തിയിൽ നിൽക്കണ്. ആകെ ഒരു ദുരിതക്കായാണ്. അപ്പൊ പണിയില്ല, പണമില്ല, ജീവിതം വഴിമുട്ടിയ സാഹചര്യമാണ്. അപ്പൊ അതുകൊണ്ട് അധികാരികൾ ഈ വാർത്ത കണ്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ അമ്മേനെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരണവര് പൈസ എത്രയും പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് തയ്യാറാവണം. പിന്നീട് ക്ഷേമനിധിയിൽ പണമടച്ചതിന്റെ രസീത് സമർപ്പിച്ചപ്പോൾ മുൻഗണനാ പ്രകാരം പെൻഷൻ ലഭിക്കുമെന്നും അതിന് കാലതാമസം നേരിടുമെന്നുമാണ് അറിയിച്ചത്. ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലം പെൻഷൻ നിഷേധിക്കപ്പെട്ട കല്യാണിയുടെ ദുരവസ്ഥ രവീന്ദ്രനാഥ് മനുഷ്യാവകാശ കമ്മീഷന്റെ ശ്രദ്ധയിൽ എത്തിക്കുകയായിരുന്നു. കമ്മീഷൻ ഇടപെട്ടതോടെ ഒരു തവണ ഇവർക്ക് പെൻഷൻ ലഭിച്ചു. പിന്നീട് അതും ഇല്ലാതായി. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ ദുരിതക്കയത്തിലായ കല്യാണിക്ക് അർഹമായ പരിഗണന നൽകി മുടങ്ങിക്കിടക്കുന്ന മുഴുവൻ പെൻഷൻ തുകയും നൽകണമെന്നാണ്